കൊമ്പു കൊലുക്കും പശുവുമ്പ, വാലിട്ടാട്ടും പശുവുമ്പ, പുല്ല് തിന്നും പശുവുമ്പ. അങ്ങനെയാണെങ്കിൽ അംഗത്തിനുള്ള പുറപ്പാട് നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അതെ, വാമൂടി കെട്ടും. കുടുംബത്തിന്റെ ഈ പോസ് അതുപോലെ വെച്ചോണ്ട് ഇങ്ങോട്ട് നോക്കേ, നോക്ക്. പുറം പള്ളിപ്പുറം പോലെ വെട്ടാൻ എളുപ്പത്തിൽ. ഒഴിഞ്ഞു മാറി, വലത് വെട്ടി, അവിടുന്ന് ഒഴിഞ്ഞു മാറി, ഇടത് വെട്ടി, പിന്നെ ഒഴിഞ്ഞു മാറി, നിവർന്ന് വെട്ടി, ഒഴിഞ്ഞു മാറി, വരമ്പേ കുത്തി, താണ്ട് ഒഴിഞ്ഞു മാറി, സിംഹത്തിനെ എടുത്ത്. അയ്യോടെ പിന്നെ ഒഴിഞ്ഞു മാറി. അതെ, ഹലോ, അതെ, എന്താ സംഭവം? ഇത് ഇദ്ദേഹം എല്ലാം ഒഴിഞ്ഞു മാറുകയാണല്ലോ. പിന്നല്ലാതെ ഒരു ടൈമിങ്ങും ഇല്ലാത്തവനാണ് ഇവൻ. ഇവനിങ്ങനെ അരഞ്ചം പുറഞ്ചം വാളി വീശിയ ഞാൻ അതിനിടെ ചെന്ന് കയറിയ എന്റെ കയ്യും കാലും തലയും ഈ മണ്ണിൽ കിടന്ന് ഉരുളത്തില്ലേ. അതിന് നിങ്ങൾ സമാനം പറയോ? ഞാൻ നോക്കുമ്പോഴേ അവിടെ നിന്ന് മാറി 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 പല സാധനങ്ങളും കേൾക്കുന്നത്. ഇവിടുന്ന് പക്ഷെ എല്ലാം ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി. അലമ്പാണ്. എന്ന് അംഗം പറഞ്ഞാലും ഒഴിഞ്ഞു മാറാറ് പതിവ്. ഇനി ഇവന് യുദ്ധം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടുപഠിക്കുക. റെഡി? മാറിയിരിക്കണം അങ്ങോട്ട്. പൊക്കോ. വാളിന്റെ പരിധിന്ന് പൊക്കോണേ. വാളിന്റെ പരിധിന്ന് പൊക്കോണം. റെഡിയാണോടാ? ഓതിരം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓതിരം. ഓതിരം പോട്ടെ, അടുത്ത പോട്ടെ. ഓതിരം. ഓതിരം കേട്ടു, അടുത്ത പോട്ടെ. ഓതിരം. അടുത്ത പോർട്ടേ ഓതിരം കേട്ടല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഓതിരം കഴിഞ്ഞൊരു നമ്മുടെ മന്ത്രിയുടെ പേര് തുടങ്ങുന്ന ഒരു മുല്ലപ്പള്ളി. മുല്ലപ്പള്ളി അല്ല, മുല്ലപ്പള്ളി അല്ല, പിണറായി സഖാവാണ്. അതല്ലെന്ന്. പിണറായി അല്ല, മുഖ്യമന്ത്രിയല്ലേ. ഇത് മന്ത്രിയാ. വയലാർ കവിയല്ലയോ സുഹൃത്തേ? അതല്ല. കടകം പിള്ളി. കടകം. ഓതിരം കടകം. കടകത്തിലൊഴിവ്. പിന്നെ അശോകന്. അത് ശരി. അപ്പൊ യോധ സിനിമ ഇന്നലെ ഇരുന്ന് കണ്ടെന്ന് വന്നു. ഇന്നലെയും കൂടി ഞാൻ കണ്ടു. ഒരുപാട് ഇങ്ങനെ ഞാൻ യോധ കണ്ടതിന്റെ പേരിലാണ് ആ ഡയലോഗ് അറിയാതെ കയറി വന്നത്. ഇപ്പൊ ഏകദേശം മനസ്സിലായി തോന്നുന്നു. ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മുടെ തുളസിത്തറയുടെ അപ്പുറത്തുള്ള മാവിലിരുന്ന് ഈ ആരോമലുണ്ടി നമ്മുടെ അടവുകൾ കണ്ടു പഠിക്കുന്നുണ്ടോ എന്ന് ചെറിയ ഒരു ഡെവിട്ട്. ആരോമൽ അവനെ സംശയിക്കണ്ട. നമ്മുടെ അടവൊന്നും അവൻ പഠിക്കില്ല. പിന്നെ ഈ മാവിന്റെ ഇപ്പുറത്ത് നമ്മുടെ കളരിയും അപ്പുറത്ത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവുമാണ്. അപ്പൊ അടവല്ല അവന്റെ ലക്ഷ്യം, പയറ്റാണ്. അപ്പൊ പേടിക്കണ്ട. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. അല്ല, ഞങ്ങളുടെ ആരോമലുണ്ണി അങ്ങനെ കുളിസീനൊന്നും ഒളിഞ്ഞു നോക്കത്തില്ല. അതാണ് കുളിസീന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭവതി എന്തിനാണ് അങ്ങനെ ആക്കി എടുത്തത്? അല്ല, ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ആരോമലുണ്ണി അങ്ങനെ ചെയ്യില്ല. ചന്തു അങ്ങനെ ചിലപ്പോ എത്തി നോക്കുമായിരിക്കും. സ്ത്രീലമ്പട. സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനല്ലേ. സ്ത്രീലമ്പടനൊന്നും അല്ല, ഒരു സ്നേഹം കൊണ്ട് അവരൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കാറുണ്ട്. ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നവന്റെ തല അരിയാനായിട്ട് ഞാൻ പോകും. ചന്തുവാങ്ങളെയോ ആരോമലോ പോയി കുളിസിയും പിടിച്ചെന്ന് എഴുതിയിട്ട് നിങ്ങൾ അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം പട്ടിക്ക് കാറിന്റെ പുറകെ കൂടെ കുറച്ചോണ്ട് ഓടാറില്ലേ പറ്റൂ. കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ തിരിച്ചടിക്കട്ട. ഇറങ്ങി വരൂ. ഇവനെ വിളിക്കണം അങ്ങോട്ട് ചെല്ലു. അതെ, അല്ലെങ്കിൽ ഈ കൊളക്കടവൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതോ ഞാൻ ചെയ്യുന്നു? ഈ പട്ടിയെ വെട്ടിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ.
കഴിഞ്ഞ ദിവസം രോമേഷ് ഇങ്ങനെ ചുരിക വീശിയ സമയത്തെ ഇദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ ഒരു ചുരിക അനക്കാതെ പിടിച്ചേക്കുന്നു. അതെ, അതിന്റെ എന്താണ് അതിന്റെ രഹസ്യം? പക്ഷെ ഇപ്പൊ വാൾപ്പയറ്റ് അങ്ങ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ചുരുക റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ചുറ്റി വെക്കുകയുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഈ ചുരുക വീശിയുള്ളൂ. ആദ്യത്തെ വീശി തന്നെ എന്റെ ശരീരത്തിൽ ഇത് കെട്ടുപെടുന്നിട്ട് ഞാൻ മുന്നിൽ തന്നെ മാനം കെട്ടുപോയില്ലേ. അവസാനം സ്വന്തമായിട്ട് വലിച്ചങ്ങ് ഊരിപ്പോയി. ഏതാണ്ട് ചാള വറക്കാൻ പറ്റും. ഒരു 52 വെട്ട് എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടായി. ചുരുക ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അത് കൈ കൊണ്ട് നടക്കും. കൈ കൊണ്ടു കിടക്കും. റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ചുറ്റി പിടിക്കും. അത് നിവർക്കാറില്ല. ഇത് ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾ എന്തിനാ ഇത് ചുരുട്ടിക്കൊണ്ട് നടക്കുന്നേ? ഒരു ധൈര്യത്തിന്. അപ്പൊ ശത്രുക്കൾ വന്നാൽ എന്റെ വിധി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ നിങ്ങള് വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക കുറെ നേരമായി. എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വാൾപ്പയറ്റ്? നന്നായി. ഒഴിച്ചിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ഒഴിയാൻ ഞാൻ മിടുക്കനാണ്. അമ്പാടിക്ക് അതൊരു ഒഴിയാൻ എടുക്കണമെന്ന് അറിയാലോ. 3 വിവാഹം ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഊടുപാട് ഞാൻ ഒഴിയുന്നവനാണ്. ഒഴിയാതെ മനസ്സിലായി. ഒഴിച്ചിന്റെ ആളാണെന്ന് അറിയാം. കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? കലാപരമായി പറഞ്ഞു കൊടുക്ക. പാട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഇതാണ്. പറഞ്ഞു കൊടുക്കൂ തറവാടിന്റെ മഹിമ. അമ്പാടി ഞങ്ങൾ അപാരമായ സംഗീത പാണ്ഡിത്യമുള്ള തറവാട്ടുകാരാണ്. അതെ, പാരമ്പര്യമായിട്ട് സംഗീതജ്ഞന്മാർ, പേരുകേട്ട സംഗീതജ്ഞന്മാരുള്ള ഒരു തറവാടാണ് ഞങ്ങൾ. ആരാ പേര് കേട്ടത്? ആരാ ഉണ്ടത്? ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘട്ടന പാട്ടുകളാണ്. സംഘട്ടന പാട്ടുകൾ. അടി ഉണ്ടാക്കുമോ പാട്ടിനിടെ കൂടെ? അടിയല്ല, ഞങ്ങൾക്ക് ആക്ഷൻ വേണം. ഞങ്ങള് ആക്ഷൻ സോങ് ആയിരിക്കും. ആക്ഷൻ സോങ് ആണ്. അത് ശരി. ആക്ഷൻസ് വിത്ത് സോങ് ആണ്. ആക്ഷൻ വിത്ത് സോങ്. അതെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണായിരുന്നില്ലേ അങ്ങനത്തെ ഒരു ഐറ്റംസ്? അതില് ഈ ആക്ഷൻ വിത്ത് സോങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതല്ല, നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ ഉള്ള ടൈപ്പിലെ ആക്ഷനും ഉണ്ടാവും, രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക നൃത്ത രീതി. ഞങ്ങൾ കളരി കൂടിയാണല്ലോ, അതുകൊണ്ട് അതിന്റെ ആ മെയ്വഴക്കം കൂടി വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടുപോകാറുണ്ടല്ലോ. സീരിയസ്നെസ് കളയല്ലേ, ഹെവി ഐറ്റം ആണ്. മനസ്സിലായി. എന്നാ ഞങ്ങൾ പാടിക്കോട്ടെ. പാടി. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൊമ്പു കൊലുക്കും പശുവുമ്പ, വാലിട്ടാട്ടും പശുവുമ്പ, പുല്ല് തിന്നും പശുവുമ്പ, പാല് തരുന്നൊരു നല്ലമ്മ. കൊമ്പുണ്ടല്ലോ 2 കാലുണ്ടല്ലോ 4. അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലേ, വാലു മാത്രം 1. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാട്ട്? കളരിപ്പയറ്റ് മാത്രല്ല, ലേശം തകരാറുണ്ടെന്ന് മനസ്സിലായി. തറവാടിന്റെ മഹിമ കാത്തു. തറവാട്ടില് കുറെ സുഖമില്ലാത്ത കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. എന്താ അവരെങ്ങനെ സംസാരിക്കുന്നത്? അത്രയും കൂടെ സുഖിച്ചില്ലാന്ന് തോന്നുന്നില്ലേ? ഒരു കാര്യം പറയട്ടെ, ഇവന്റെ വേറൊരു സാധനമുണ്ട്. വേറെ ഉണ്ടോ? ഒരു കുറിഞ്ഞിപ്പൂച്ച പാപ്പം തിന്ന പാട്ട്. അത് പാപ്പം തിന്നോട്ടെ, അപ്പൊ തിന്നുമ്പോ ഞങ്ങൾ കല്ലെടുത്തു. അതിന്റെ കുഴപ്പമില്ല. പൂച്ച വേണ്ടായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഇവര് ഭയങ്കര അഭ്യാസികളാണ്, ആയോധന കലയിൽ പ്രാവീണ്യമുള്ളവരാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് കുഞ്ഞ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്രയും ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ 2 സാമൂതിരിമാരെ വേദിയിലേക്ക് വിളിക്കാം. അതെ, ഹരീഷ് സാമൂതിരിയും നിർമ്മൽ സാമൂതിരിയും വരൂ. അതെ, ഇവര് രണ്ടുപേരും കുറച്ചു നേരമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അതെ, ഇവര് ശരിക്കും അവരെ പോലെയല്ല, നല്ല രീതിയിലുള്ള കലാകാരന്മാര് തന്നെയാണ്. അല്ലാണ്ട് ഈ കുറിഞ്ഞിപ്പൂച്ച പാപ്പം നിന്ന പാട്ടൊന്നുമല്ല. ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇവർക്ക് അറിയാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. നമുക്കത് പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടി ഒന്ന് ഉണർത്തി കാണിച്ചു കൊടുക്കേണ്ട കല്ലു. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നിർമ്മൽ സാമൂതിരിക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് ഏതെങ്കിലും ഒരു ആക്ടറിന്റെ സൗണ്ടിൽ ഒന്ന് പറയാമോ? മിസ്റ്റർ തമ്പാടി തമ്പാൻ, കടത്തനാടൻ അമ്പാടി. ഓക്കെ, സോറി മിസ്റ്റർ കടത്തനാടൻ അമ്പാടി, വളരെ മനോഹരമായി. കൂടെ ഇങ്ങോട്ടൊരു ഗംഭീരമായി നിങ്ങളുടെ പെർഫോമൻസ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കുറിഞ്ഞിപ്പൂച്ചയില്ലേ, മേലാൽ അങ്ങനെയുള്ള പൂച്ചകളുമായിട്ട് വന്ന എന്റെ തനിക്കുളം നീ കാണാൻ മനസ്സിലാക്കുക.
ഓക്കെ, ഇനി വേറൊരാളുടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് അസറെ ഗണപത്തെ നന്നായിട്ടാ, വളരെ നന്നായി. ഇയാളുടെ പേരെന്താ? അരിങ്ങോട്ടം. ആരാ? അരിങ്ങോട്ടം. അരിക്കോട്ടെ, അരിഞ്ചുകള് വിളി പഴിക്കുന്ന കേട്ടാ. ഇവരോട് ഇങ്ങനെ ലൈവ് പറയാനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇവര് സ്റ്റേജിലൊക്കെ തകർക്കുന്ന ആൾക്കാർ. ഞാൻ സിദ്ദീഖിന്റെ ഒക്കെ ശബ്ദം കേട്ട് ഞെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റേജിൽ തകർക്കുന്ന അവരുടെ സ്ഥിരം നമ്പറുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ശരി, എന്റെ മാസ്റ്റർ പീസ് മറ്റേ ദിലീപ് വേടന്റെ ലാഭം സിനിമയിലെ ഓക്കെ. മറക്കേ എങ്ങനെയാ മറക്ക? ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയുമ്പോ മറക്കാനും, സ്നേഹിക്കാൻ പറയുമ്പോ സ്നേഹിക്കാനും. ഞാൻ ആരല്ലേ? ആരുമില്ല. സ്നേഹം തന്നതല്ലോ, പിടിച്ചു മേടിച്ചതല്ലേ. പരിഹസിക്കരുതിട്ടോ, വയറ്റി പഴപ്പാ. ജീവിച്ചു പൊക്കോട്ടെ. യെസ്, അടിപൊളി, ഉഗ്രൻ. ഇനി ആരാണ്? നമുക്ക് നമുക്ക് വാലസ്ന കൊച്ചല്ല. പറ്റൂല മോനെ, പറ്റൂല. അല്ല, നമ്മളാരും നമ്മളേറ്റ്, നമ്മളെ ഉമ്മാന്റെ കാര്യം നമ്മളെ വാപ്പേറ്റ്. ഇപ്പൊ നിങ്ങൾ ഹാപ്പി, നമ്മളും ഹാപ്പി. വരട്ടോനെ വരട്ടെ. നല്ല കഥ. ഇപ്പോഴാണ് ശരിക്കും ഹരീഷേട്ടന്റെ ശബ്ദം പൊങ്ങിയത്. അതെ. ഇനി ഇവിടുന്ന് തുടങ്ങാം. ലാലേട്ടൻ പിന്നെ ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അങ്ങനെ തെക്കൻ തിരുവിതാംകൂറുമായി മോശമില്ലാത്തൊരു ബന്ധമുണ്ട് തായ്വഴി. അച്ഛൻ വടക്കനാ, വടക്കെന്ന് പറയുമ്പോൾ ഉദയനന്റെ നാട്. അങ്ങനെ തെക്കും വടക്കും ചേർന്ന് ഞാൻ അല്പം വടക്കായി പോയി. വക്കീലൊന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഗുരുവിന്റെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകം നിങ്ങൾ മറന്നപ്പോ, വളച്ചൊടിച്ചപ്പോ എനിക്ക് നഷ്ടമായത് എനിക്ക് കിട്ടേണ്ട നീതി. അരുൺകുമാർ എന്ന പക്കാ ക്രിമിനലിനെ കോടതിയിൽ നിങ്ങൾ പുല്ല് പോലെ ഇറക്കിയപ്പോ എന്റെ നെഞ്ചാ പിടിച്ചത്. ലാലേട്ടനൊരു പഴയകാല വോയിസ് ചെയ്യാം. പഴയ ചിത്രം എന്ന സിനിമയിലെ ലാലേട്ടനുണ്ട്, നെടുമുടി വേണുണ്ട്, രഞ്ജിനിയുടെ അച്ഛൻ കഥാപാത്രം അദ്ദേഹത്തിന് ശബ്ദം നൽകിയ നരേന്ദ്ര പ്രസാദാണ്. അതൊന്ന് അനുകരിക്കാം. അയ്യോ, തുശിലാമിനയില് 3 കുളം തോണ്ടി 2 കുളം പൊട്ട ഒന്നീ തന്നെയില്ല. കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയാൻ പോവാണ്. താനും തോന്നു തുറന്നു പറയാൻ പോവാണ്. ആരുമല്ല വിഷ്ണു. ഇതല്ല, ഇത്ര പരിശുദ്ധാത്മാവായ മേനോ സാറിന്റെ വ്യക്തിക്ക് പറ്റില്ല. ഞാൻ പറയാൻ പോവാ. എന്താണോ കൈമളി, ഞാൻ അറിയാത്തത് കാര്യമല്ല ഇവിടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അറിയണം. എന്നാ 2 കണക്ക് 3 പിന്നെ കരച്ചിലായി വിളിച്ചിലായി കാര്യമായി. പിള്ളേരെ മുട്ടത്തലേ ചുമച്ചിട്ട് ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, ഞാനേ നിർമ്മലിന് ഒരു ഉമ്മ വന്നോട്ടെ. അല്ല, ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആണിന് ഉമ്മ കൊടുക്കാൻ പോകുന്നത്. നിർമ്മൽ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാതെ രണ്ടുപേരും. 2 ലാലേട്ടന്റെ 2 വേരിയേഷൻ സൗണ്ടും സൂപ്പർ. ഒരു രക്ഷയില്ല. അടുത്ത് വരട്ടെ, നമുക്ക് കേൾക്കാൻ കൊതിയാണ്. ഈ 2 വോയിസ് പിടിക്കാണ് അനീഫക്കയുടെ ശബ്ദം. അദ്ദേഹത്തിന് നമ്മൾ കോമഡി ലെവലിൽ ചെയ്യുന്ന സംഭവമുണ്ട്. എന്ത് കാസ സേദിക്കാൻ നല്ല ചാപ്പിക്കാൻ കാസ എന്നിട്ടാമ എത്ര ഷാപ്പ് എടുത്തൂടെ അളയും വാളിയ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു നോർമൽ ഈ വിമിക്രി അല്ലാതെ നോർമൽ ആയിട്ടുള്ള പത്രം എന്ന ചിത്രത്തില് ഡേവിഡ് സഭാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അയ്യോ ശേഖർജി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സ്ഥലത്തിലൂടെ കുഞ്ഞന്തുള്ള പോയി സ്ഥിതിയിലേക്ക് കളി ഏതെങ്കിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിൽ കയറാം. ഇതിന്റെ പേരിൽ ഒച്ചപ്പാട് ബഹളുണ്ടായിട്ട് ബാക്കിയുള്ള സകലമാന പത്രക്കാരെ വിളിച്ച് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹായിക്കും. ഇതിന്റെ ഒരു പഴയകാല ശബ്ദം ദേവാസുരം എന്ന ചിത്രത്തിലെ ഒരു ബാംഗ്ലൂരുകാരന്റെ വേഷം അവതരിപ്പിച്ച നെല്ലിപ്പോയിലെ തറവാട് ചാത്തോട്ടൻ മാമയുടെ കയ്യിൽ മേടിച്ചു. നെല്ലിപ്പോയിലെ തറവാട്ടില് ആരെങ്കിലൊക്കെ താമസിക്കണ്ടേ? ഞാൻ നോക്കിയിട്ട് ഇപ്പത്തെ കണ്ടീഷനില് അമ്മാവ് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറി. ഇതിപ്പോ എത്ര വെച്ച് അഞ്ഞൂറ് 10 പേരിലിങ്ങനെ ബാനു വെക്കൂ. ഇനി പറയാനുള്ളത് ബാനുയോട് കേൾക്കണം. 3 കാലഘട്ടം. അതെ അതെ. സന്ദേശത്തിലെ മണ്ണുദയ ബാനു അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ടേ. സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഫൈനും എല്ലാം ആകുമ്പോ ക്ലാസിന്റെ വാതിക്ക നമ്മ ഏറ്റവും വിളിയാ മോണോദയാന്ന്.
എന്നിട്ട് കയ്യിലെ മുഷിഞ്ഞ ലോട്ടും ചില്ലറയൊക്കെ അങ്ങ് പെറുക്കി തരും. ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ഞാൻ പോട്ടെ. പാടത്ത് പണിക്കാരുള്ള അബദ്ധവും കാണിക്കും. സാറിന് ഇപ്പോഴത്തെ അമ്മച്ചി ഇത് ആരെ തോൽപ്പിക്കാന്? പണ്ട് വാഗത്താനത്തൊന്ന് അപ്പച്ചന്റെ കൈ പിടിച്ചിറങ്ങി ഉച്ചറാ ഇല്ലിപ്പോ. ഇപ്പൊ പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഇല്ലായി. പ്രായം വരുമ്പോ തടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ കിണാശ്ശേരി അങ്ങാട്ട് കൂടി തെണ്ടു വല്ല വേണ്ടത് പറഞ്ഞേക്കാം. ഇതിനിടയിൽ ചില നടന്മാരെ ചെയ്യുമ്പോഴേ അവര് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. മണിയമ്പിള്ള ലാസറെ പാലയെന്ന് കാപ്പി കുടിക്കണം, ഭാര്യയെന്ന് കാണണം. നിന്റെ പൊട്ടനും ചാച്ചനും കൺമുഷിക്കും വരെ എന്റെ കാശെല്ലാവരും വീട് വിട്ടിറങ്ങി ദുഷ്ട പഞ്ചക്ക് ചേർച്ചി എന്റെ കൊച്ച് എന്നെ സ്വന്തം ചേരാ ചോര എനിക്കതിന് വേണം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഞാൻ ഇവരെ കൂടെ പണ്ട് സൂപ്പർ ഇവര് കളിക്കുമ്പോ ഇവരെ ഐറ്റം കളിക്കുമ്പോ അവസാനത്തെ ഒരു പോർഷൻ കുറച്ച് സ്റ്റാർസ് അനുകരണം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഐറ്റത്തിലൊന്നും കളിക്കില്ലായിരുന്നു കോമഡി. പിന്നെ ഒടുവിൽ വിളിച്ചപ്പാടിങ്ങനെ ഉറഞ്ഞു തുള്ളില്ലേ. ഒരു ഭാഗത്താണ് അന്യമാരുടെ ആൾക്കാർ, മറുഭാഗത്താണ് ചേട്ടന്മാരുടെ ആൾക്കാർ. പ്രേമേന്ദ്ര നിനക്കടി ഉറപ്പാ ഇനി പറഞ്ഞ വഴിയുള്ളൂ, ആട്ടുക്കളുടെ അപ്പുറത്തുള്ള വഴി. അയ്യോ. പണ്ട് അതുപോലെ നമ്മുടെ ജോസ് പ്രകാശ് സാറിന്റെ രണ്ട് ശബ്ദം ചെയ്തു. ഹലോ മിഷേൽ ബാബു, കരുത്ത പെട്ടിയുടെ വെളുത്താക്കോളിരിക്കുന്നാൽ വെളുത്ത പെട്ടിയുടെ കറുത്താക്കോളി നിനക്ക് ടോണം. അതിന്റെ പഴയ വേറൊരു ടോണം പിടിക്കുക. കോട്ടയം കുഞ്ചസ്റ്റലിലൊക്കെ പണ്ടേ കോട്ടയം സ്റ്റാൻഡിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയെ കിട്ടി. ഞാൻ അവൾ വളർത്തിയെടുത്തു. പിന്നീടങ്ങോ ഞാൻ അറിയുന്നത് അവൻ കോട്ടയം സ്റ്റാൻഡിലെ അറിയപ്പെടുന്നത് ദാദയായിട്ടാണ്. നാട്ടുകാർ അവന് പേര് കിട്ടു, കോട്ടയം കുഞ്ഞേച്ചൻ. സലീംകുമാറിന്റെ ശബ്ദം. വയനാട്ടിലെ കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടി ഞാൻ തന്നെ ആലപിച്ച കവിത ഒരിക്കൽ കൂടി ഒന്നുകൂടെ ആലപിക്കുന്നു. സഹ്യമലക്കപ്പുറത്ത് കോടമഞ്ഞൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്, കൊച്ചു മലയാളി വളർത്തുന്ന റഫറുണ്ട്. സഹ്യമലക്കപ്പുറത്ത് കോടമഞ്ഞൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന റഫറുണ്ട്. എന്തായാലും കലക്കം പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും വന്നതിന്റെ കാശ് മുതലായത് ഇപ്പോഴാണ്. നിർമ്മലിന് ഞാൻ ഉമ്മയും കൂടെ കൊടുത്തപ്പോ ആ ഒരു എനർജിയും കൂടെ ഭയങ്കരമായിരിക്കും. അപ്പൊ എന്തായാലും സിംഹാസനത്തിലേക്ക് 2 സാമൂതിരിമാരും പൊക്കോളൂ. ഇവിടെ കുറച്ച് അംഗങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പ്ലീസ്. അനുകരണ കലയിൽ കാലന്മാർ അല്ലെ? അനുകരണ കലയിലെ സാമൂതിരിമാർ. അതെ, സാമൂതിരിമാർ. അനുകരണം സൂപ്പറായിരുന്നു. കൈയടിച്ച് അടുത്തു പോയി ഇവിടെ. പക്ഷെ ഒരു കുഞ്ഞിത്തത്തയുടെ പാട്ട് കൊണ്ടുണ്ടെങ്കിൽ പൂർണ്ണമായേനെ. എന്റെ പൊന്നോ, ഇവന്റെ അടിപൊളി ഒരു പാട്ട് ആണോ? അടിപൊളിയാണോ? കഴിഞ്ഞ പ്രാവശ്യം പോലെയാണോ? അല്ലല്ല, ഇത് നല്ലത് വേറെയാ. അവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാം. വരണ്ട, അവിടെ നിന്ന് പാടിക്കോ. തത്തേ തത്തേ തുഞ്ഞു തത്തേ എങ്ങനെ കിട്ടി പച്ച നിറം? മുണ്ടകൻ പാടത്ത് നെല്ല് കോറിക്കാൻ പോയപ്പോ കിട്ടിയതാണ് ഈ പച്ച നിറം. വേഗം തന്നെ ഒരു ഇടവേള പറയാം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ, ചെറിയൊരു ഇടവേള. അതിനുശേഷം നമ്മൾ തിരിച്ചു വരും. ഈ പാട്ട് അന്നേരം ഉണ്ടാവൂല. ഹലോ, അപ്പൊ ബ്രേക്കാണോ? ബ്രേക്ക്. അപ്പൊ തത്ത ഇവിടെ നിക്കണോ അതോ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഈ അംഗത്തട്ടിൽ ഇനി ചേരി തിരിഞ്ഞുള്ള പോരാട്ടം. കല്ലു റെഡിയല്ലേ? റെഡി. ടീം അംഗങ്ങൾ റെഡിയല്ലേ? റെഡി. പോർവിളികൾ വരട്ടെ. കല്ലു, ഇനി നമ്മുടെ ഇവിടെ കാണിക്കാൻ പോകുന്നത്, നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പുതിയ തരം ഗെയിമാണ്. സാധാരണഗതിയിൽ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ നിറച്ച് കുറെ സാധനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഈ മത്സരം എന്ന് പറയുന്നത് ആകെ LED വാളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇതൊരു പോസ്റ്റർ ഗെയിമാണ്. ഈ പോസ്റ്റർ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ടീമുകളിൽ നിന്നും 2 പേർ വീതം ആകെ ഫ്ലോറിലേക്ക് ഇറങ്ങും. അതിൽ ഒരാളുടെ കണ്ണ് നമ്മളിങ്ങനെ പൂട്ടി കെട്ടിയിട്ട് കുറച്ചും കൂടെ മാറ്റി നിർത്തും. അതിനുശേഷം നമ്മളിവിടെ സ്ക്രീനിൽ ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കും. 10 സെക്കൻഡ്. വെറും 10 സെക്കൻഡ് മാത്രമായിരിക്കും ഈ പോസ്റ്റർ. പലതരത്തിലുള്ള മുദ്രകളൊക്കെ ഉണ്ടാവും, ഭാവങ്ങൾ ഉണ്ടാവും, അടയാളങ്ങൾ, ഇതൊക്കെ
ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ഈ കണ്ണും ചെവിയും മൂടിക്കെട്ടി നിൽക്കുന്ന ആളുണ്ടല്ലോ, ആ ആളുടെ കൈ പിടിച്ച് തിരിച്ച്, മുഖം പിടിച്ച് മാറ്റി, കണ്ണു പിടിച്ച് ഇരിമി, അങ്ങനെയൊക്കെ എങ്ങനെയാണോ ആ പോസ്റ്ററിൽ നമ്മൾ കണ്ടത്, അല്ലാതെ പറഞ്ഞ് ഇതാണ് ഭാവം എന്ന് കേൾപ്പിക്കാൻ പാടില്ല. ഒരു തരത്തിലും അവിടെ ഇങ്ങനെ പിടിച്ചേ, കൈ ഇങ്ങനെ പിടിച്ചേ എന്നൊന്നും പറയാനായിട്ട് പാടില്ല. അങ്ങനെ ആ കൂട്ടാളിനെ നമ്മൾ ആ പോസ്റ്ററിൽ കാണുന്ന പോലെ ആക്കണം. അങ്ങനെ ആക്കിയതിനു ശേഷം നമ്മൾ ഇവിടെ പോസ്റ്റർ വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്ന ടീം ഏതാണോ ആ ടീമിനെ നമ്മുടെ ഗസ്റ്റുകൾ വിജയികളെ പ്രഖ്യാപിക്കും. അപ്പൊ ഇവർ ഗസ്റ്റുകൾ മാത്രമല്ല, ഇവർ ഇന്ന് ജഡ്ജസ് കൂടിയാണ്, വിധി കർത്താക്കൾ കൂടിയാണ്. അടിപൊളി. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങിയാലോ? റെഡി. അങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് വരാനായിട്ട് പോകുന്നു ആരോമലുണ്ണിയും കുഞ്ഞുണ്ണൂലിയും. പൊളിച്ചു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് വരാൻ പോകുന്നു അപ്രന്റീസും തുമ്പോൽ ഹർഷയും. അങ്ങനെയാണെങ്കിൽ അംഗത്തിനുള്ള പുറപ്പാട് നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അതെ, റെഡി അല്ലേ? റെഡി. രണ്ട് ടീമുകളും റെഡിയാണല്ലോ? റെഡി. ഞാൻ ആരോമലുണ്ണിയുടെ കണ്ണ് കെട്ടുകയാണ്. ഞാനിവിടെ രോമേഷിന്റെ കണ്ണ് കെട്ടുന്നു. രമേശ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നേരെ LED വാളില് നമ്മളൊരു പോസ്റ്റർ കാണിക്കും. 10 സെക്കൻഡ് ആയിരിക്കും അത് കാണിക്കുക. ആ 10 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ, അതായത് പോസ്റ്റർ അവിടെ നിന്ന് മാഞ്ഞാൽ മാത്രമേ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതെ, റെഡി? അങ്ങനെയാണെങ്കിൽ 3, 2, 1 പോസ്റ്റർ വരട്ടെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ടൈം ഔട്ട്. ഇനി വെച്ചോളൂ, വേഗം വേഗം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അല്ല, ഒരു കാര്യം ഉറപ്പായി, ഈ ഗെയിം കഴിയുമ്പോൾ നിക്കറ് കീറും ആരെങ്കിലും. എന്താ ചെയ്യണ്ടത്? മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഒരു തരത്തിലുള്ള ഇൻസ്ട്രക്ഷനും ഇല്ല. ഹർഷ ഇൻസ്ട്രക്ഷൻ കൊടുക്കരുത്. മിണ്ടരുത് ഹർഷ, മിണ്ടരുത്. മിണ്ടരുത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കരുത്. ടീമുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ വാ മൂടി കെട്ടും. കുടുംബത്തിന്റെ ആരെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വായില്. ഹലോ ഹലോ, കുഞ്ഞിനീലി, ഉണ്ണിനീലി, അത് കുടുംബത്തിന്റെ വിളക്കുകൾ. അത് ഊരിപ്പറക്കി. അയ്യോ, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. വാ, മിണ്ടരുത്, 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 മിണ്ടരുത്. അങ്ങനത്തെ കുഞ്ഞിക്കൂനാണ്. ഇത് നമ്മള് ഇത് കേട്ടോ, അയോഗ്യത അയോഗ്യത കൽപ്പിക്കും, അയോഗ്യത കൽപ്പിക്കും. ഓക്കേ, അതുപോലെ തന്നെ നിൽക്കുക, അതുപോലെ അനങ്ങരുത്, അതുപോലെ തന്നെ നിൽക്കുക. അനങ്ങാതെ നിൽക്കേ, അനങ്ങാതെ. ഹർഷ മാറിക്കോ, ഹർഷ മാറിക്കോ. ഇനി നമ്മൾ എന്താണ് കാണിച്ചു കൊടുത്തത് ഇവരെ എന്നുള്ള കാര്യം LED വാളിൽ ഒരിക്കൽ കൂടി നമ്മൾ കാണിക്കാൻ പോവാണ്. പോസ്റ്റ് വരട്ടെ. ഇത് വെച്ച് ഇനി ഒന്ന് മാറിയുന്നേ. ഇത് വെച്ച് കമ്പയർ ചെയ്ത് വേണം ജഡ്ജസ് തീരുമാനിക്കാൻ. അയ്യോ, കാല് എനിക്കുന്നേ. രമേശേ, ഈ പോസ് അതുപോലെ വെച്ചോണ്ട് ഇങ്ങോട്ട് നോക്കിയേ. ഏതാണ് ആ പോസ് എന്ന് നോക്കിയേ, ഇങ്ങോട്ട് നോക്കേ, നോക്ക്. വെറുതെ 25 അഡ്വാൻസ്. ഹർഷയുടെ എന്ത് വീക്കാ കിട്ടിയത്? മാക്സിമം ഞാൻ കാലൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരു കാലം ശരിയാക്കി വെക്കുമ്പോ മറ്റേ കാലം മാറ്റി വെക്കും. ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്റെ അടുത്ത് മര്യാദക്ക് ചെയ്താൽ നടക്കും. സാധാരണ ഈ വടംവലിയൊക്കെ നടക്കൂലോ, വടംവലിയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ നിൽക്കൂലോ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റേ തോർത്തുകൊണ്ട് നടക്കുന്ന കാര്യമില്ലേ പുള്ളിയുടെ ഇത് കളിക്കില്ലേ, അതേ രീതിയിലായിരുന്നു. ഹർഷ ചേച്ചി ഒരു നിമിഷേ വീട്ടിലല്ലോ ഓൺലൈൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചോ, കിട്ടിയ അടുത്ത ഗെയിം അത് എനിക്ക് തോന്നുന്ന കാര്യം എന്നറിയോ, രോമേഷിന്റെ മനസ്സിൽ ഏറ്റവും ആദ്യമേ കുഞ്ഞിക്കൂനിന്റെ ഒരു ഫിഗർ എവിടെയോ അപ്പൊ പുള്ളി എങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഇല്ല, എനിക്ക് ഡൗട്ട് എന്താ അറിയാവോ? ഇല്ല, അല്ലല്ല, കഴിയിട്ടേ എന്താ അറിയോ, ഈ രോമേഷ് ആൾക്കാരെ പൊട്ടുന്ന് അറിയാം, എന്നിട്ട് മറ്റേ ആള് പൊളിക്കുന്നു. അല്ല, ഞാൻ വിചാരിച്ച് ഓപ്പോസിറ്റ് ടീം അല്ല, ഞാൻ കറക്റ്റാണെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ ഇനിയിപ്പോ എന്തായാലും നമുക്ക് നേരെ ജഡ്ജ്മെന്റിലേക്ക് പോവാം. നിങ്ങൾ പറ. എന്താ അറിയോ, മറ്റേത് കുഞ്ഞിക്കുഞ്ഞ് ആമവാദം പിടിച്ച മാതിരി തമ്മിൽ ഭേദം ഇതാണ്. ഉണ്ണിക്കുട്ടൻ എന്താ പേര്? വിളക്ക് വിളക്ക് വിളക്ക്, ഞങ്ങളെ കുടുംബത്തിന്റെ നില വിളക്ക്.
എന്തായാലും തമ്മിൽ ഭേദം യാതൊരു സംശയവും വേണ്ട. ആരോ മലുണ്ണി. അപ്പൊ ഒരു ഗെയിമിൽ അവർ ജയിച്ചിരിക്കുകയാണ്. ഒരു ഗെയിമിൽ നമ്മുടെ പിന്നെ കൊതിയൻ ചന്തുവിന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. യെസ്, ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഈ രണ്ടുപേരും പൊക്കോ, നിങ്ങളും പോയിക്കോ. അടുത്ത ആൾക്കാരെ വിളിക്കാം. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കാണിപ്പിക്കുന്ന എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇത് ഭയങ്കര ഫണ്ണ. അതെ, അത് കഴിഞ്ഞത് ഇതിന്റെ റിസൾട്ട് വരുമ്പോഴും ഇത് ഫണ്ണ. പിന്നെ ഇവരുടെ കമന്റ് കേൾക്കാനും ഫണ്ണ. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണിയാം. നമുക്ക് അടുത്ത രണ്ട് ടീമുകൾ വിളിക്കാം. നമ്മുടെ ചന്തുവിന്റെ ടീമിൽ നിന്ന് വരാനായിട്ട് പോകുന്നു പാണനാരും തുമ്പോലാർച്ചയും. അടിപൊളി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിന്നെ കടത്തനാടൻ ടീമിൽ കടത്തനാടൻ അമ്പാടിയുടെ ടീമിൽ നിന്ന് വരുന്നു കുഞ്ഞിരാമനും ഉണ്ണിയാർച്ചയും. അപ്പൊ ഇതിൽ ആരാണ് ഈ പോസ് ചെയ്യുന്ന ആരാണ്? ഞാൻ. ഇവിടെ ഈ കൂട്ടത്തിലാരാ? ഞാൻ. ഇതിൽ ആരാണ് വരുന്നത് വെച്ചപ്പോഴേ ഉണ്ണിയാർച്ചയുടെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു, ഒന്ന് കാണിച്ചേ. എനിക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ എന്ന് അറിയോ, നമ്മൾ ഈ ചില ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ സാല പഞ്ചിക എന്ന് പറഞ്ഞിട്ട് പ്രതിഭ വെൽക്കം ഗേൾ. അതെ, ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനകത്തുണ്ട്. ശരിയാണല്ലേ? അങ്ങനെ നിന്നേ. അയ്യോ, നമുക്ക് മത്സരം തുടങ്ങാനുള്ള സമയമായി. ഇനി ഇവരുടെ കണ്ണ് മൂടിക്കെട്ടണം. എടുത്തോ മാസം. ഈച്ച സിനിമയുടെ രണ്ടാം പാർട്ട് എടുക്കാം കേട്ടടാ. അത്യാവശ്യമായിട്ട് രാജമൗലി സാറിനെ കാണണം. രണ്ടുപേരും വിട്ടോ. പ്രണയകഥ. അങ്ങനെയാണെങ്കിൽ മത്സരം ആരംഭിക്കുകയാണ്. നേരെ LED ബോളിലേക്ക് നോക്കിക്കോ. LED ബോളിലേക്ക് നോക്കിക്കോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ടൈം ഔട്ട്. സംസാരിക്കരുത്. എന്റെ കാല് ഒരു മനുഷ്യ ജീവനാണെന്ന് പറയും. മിണ്ടരുത്. ഇൻസ്ട്രക്ഷൻ ഇല്ല. കാലി അയ്യോ അയ്യോ അയ്യാത്ത കാലി. മതി മതി. ഹലോ, അല്ല ഇവിടെ നടന്നത് മത്സരം, അവിടെ റെസ്ലിംഗ്. കൈ പിടിച്ചേക്കണ ഉൾപ്പെടെ എല്ലാം നോക്കാനുണ്ട് കല്ലു. ഓക്കെ, അപ്പൊ അത് നേരം കൊണ്ട് നമുക്ക് നോക്കാം. നേരെ പോസ്റ്റ് വരട്ടെ. പാണനാരേ ശരിക്കും നോക്കിക്കോ. കണ്ണ് തുറന്ന് കാണിച്ചു കൊടുക്കാം അവർക്ക്. എങ്ങോട്ട് നോക്കും പോസ്റ്റർ? അതെങ്ങനെയാ നോക്ക തിരിയെങ്ങനെ? അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ കണ്ടു. ഹായ്. ഇതിനാണ് പെണ്ണ എന്നാ നീ എന്റെ ദേഹത്തെ ഇടിയപ്പ കണക്ക് കുരുക്കളഞ്ഞ ചോന്നാന്ന് നോക്കിയാ ഇതിൽ എവിടെയാണ് വെളുത്തിരിക്കണേന്നാണ്. ഇത് നോക്കിയേ, പുറം പള്ളിപ്പുറം പോലെ അടിച്ച് തീരുമാനമാക്കി. അല്ലല്ല, ഇതെനിക്ക് തിരിച്ചു ചെയ്യാനുള്ള ഒരു അവസരം തരും. ഇല്ല ഇല്ല, ഇപ്പൊ നടക്കൂല. നമുക്ക് നോക്കാം, വേറെയും വരുമല്ലോ ഗെയിം. ഇപ്പൊ നടക്കുന്നു തന്നെ, പിന്നെ നടക്കുമെന്നാണ് അതിന്റെ ഉദ്ദേശം. മനസ്സിലായി. നമ്മളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്താണ്. അതെ, അവരാകെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതിരിക്കും. ഈ മറ്റേ ആള് പട്ടിയത്തമാരി നിലത്ത് കിടക്കരുത്. ഉണ്ണിയാർച്ച തല പൊക്കി പിടിച്ച ചെറിയൊരു സംഭവം ഉണ്ടായി. അത് തമ്മിൽ ഉണ്ണിയാർച്ചയുടെ തലയെടുപ്പിന് എന്തെങ്കിലും തരണം. തലയെടുപ്പ് എന്തെങ്കിലും കൊടുക്കാം. അതെ, ഇപ്പൊ തല പൊക്കാൻ ഞാൻ ഉണ്ണിയാർച്ച വിജയമായിട്ട് പ്രഖ്യാപിക്കാമെന്ന് തോന്നുന്നു. തല പൊക്കി അതുപോലെ ഇരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ആരോഗ്യം എനിക്ക് തന്നില്ല. അതിനു മുമ്പ് ചവിട്ടി കൂട്ടി കളഞ്ഞില്ലേ? ആ തലയും കൂടെ പൊക്കിയിരുന്നത് ചിലപ്പോ ഞങ്ങൾക്ക് കിട്ടൂലായിരുന്നു ഒന്നാം സ്ഥാനം. നീ കാരണമാണ്. പിന്നെ തല പൊക്കിയാൽ നിർബന്ധമായിട്ട് കൊടുക്കണം. കാര്യം
ഇവിടെ ഉണ്ണിയാർച്ച കാലിന്റെ പാദത്തിന്റെ വിരലാണ് പിടിച്ചിരിക്കുന്നത്. മറ്റേ ആര് പിടിച്ചത് അതിന്റെ കറക്റ്റ് കറക്റ്റ് സ്ഥലത്ത് പിടിച്ചത് കറക്റ്റ് സ്ഥലത്താ. പക്ഷെ ഒന്ന് തല പൊക്കിയിരുന്നത് എന്തായാലും ഇവിടെ തന്നെ കൊടുത്തത്. അതെന്താ സംഭവിച്ചെന്നറിയോ? തനുജ തല പൊക്കാൻ വേണ്ടിട്ട് മാക്സിമം പുറത്തോട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ, പക്ഷെ അവൻ വളഞ്ഞില്ല, തലയടിച്ച് കിടന്നുപോയി. അടിച്ച് അസ്ത്രമാക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ തല പൊക്കുന്നത്. ശരി, കഴിഞ്ഞ റൗണ്ടിൽ വിജയിച്ച ടീം ഇവരാണെങ്കിൽ ഈ കുറി വിജയിച്ചിരിക്കുന്നു കടത്തനാടൻ അമ്പാടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1-1 എന്ന് പറയുന്ന മത്സരക്രമത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ റൗണ്ട് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ഈ റൗണ്ടിൽ ആരാണോ വിജയിക്കുന്നത് അവരായിരിക്കും വിജയികൾ. അതെ, ഈ റൗണ്ടിലേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരാണ് വരുന്നത്? അരിങ്ങോടനും അമ്പാടിയും. കമോൺ, അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്നു മാക്കവും ചന്തുവും. ഇവിടെ ചന്തു കണ്ണു കെട്ടുന്നു, മാക്കമാണ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സൈഡിൽ നിന്ന് ആരാണ്? ആശാൻ കണ്ണു കെട്ടുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഫ്ലെക്സിബിൾ, ഇത് വേറൊരാൾ. ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വാ തുറക്കാനേ പാടില്ല. മത്സരം തുടങ്ങിയാലോ? മത്സരം തുടങ്ങാം. രണ്ടുപേരും റെഡിയാണ്. ഈ തവണ 2 ക്യാപ്റ്റന്മാരും ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഫൈനൽ അംഗത്തിൽ 2 ക്യാപ്റ്റന്മാർ തമ്മിൽ മാറ്റുരയ്ക്കാൻ പോകുന്നു. അതെ, പൊളിക്കും. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ LED വാളിലേക്ക് നോക്കിക്കോ. LED വാളിലേക്ക് നോക്കിക്കോളൂ. പോസ്റ്റർ അവിടെ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ടൈം ഔട്ട്. ഓയ്യോ, അവിടെ ആ മുയലൊക്കെ കാണിക്കുന്നു, മാനും മുയലും ഒക്കെ ബൈച്ചേട്ടെ. അങ്ങനെ തന്നെ ശില്പം 1ാം സമ്മാനം ആശാനും ശിഷ്യനും. ശരിക്കുള്ള പാസ്. നീ ശരിക്കുള്ള പോസ് ഒന്ന് കണ്ടു നോക്ക്. ഇതാണ് ശരിക്കുള്ള പോസ്. ഏതാണ്ടൊക്കെ അവിടെ ഇവിടെ ഒത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചന്തു മാത്രം ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആണോ? കാലില് ചെറിയ പ്രശ്നമുള്ളതാണ്. കുതിര കുതിര കാലിന്റെ കഥ ഒന്നുകൂടെ കേൾക്കണോ? വേണോ? അല്ല, ഇനി അടുത്ത സ്ഥലത്ത് ആനപ്പുറത്തുനിന്ന് വീണെന്ന് പറയുന്നതല്ലേ? ഏത് പറ്റി പറഞ്ഞത്? ഇത് പോസ്റ്റർ കണ്ടേലേ, നിങ്ങൾക്ക് ഏത് പിന്നെ ആരുടെ ടീമാണ് ബെസ്റ്റ് എന്ന് തോന്നിയത്? 2 ടീമും ഇപ്പം പെർഫെക്റ്റ് അല്ല. എന്നാൽ പോലും ബൈജേട്ടന് ശരിക്കും ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ മറ്റേ ഇതുണ്ടല്ല, ഏതാണ് അമ്പാടി കടത്തനാടൻ അമ്പാടി വിജയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്ല, ഇങ്ങനെ അടിക്കാൻ മാത്രമൊന്നുമില്ല, തൽക്കാലം ജസ്റ്റ് ഒന്ന് വിജയിച്ചു. അല്ല, ഇതിലോ ഇതിലൊരു തമാശ എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ദ്രോഹം കിട്ടുന്നത് ഇവിടെയും, ജയിക്കുന്ന അവിടെ. അല്ല, ഇത് ദ്രോഹിക്കുന്ന മത്സരമല്ല. അവര് അടിച്ച് ഇടിച്ചൊക്കെയല്ലേ ആളെ റെഡിയാക്കണത്. എന്ത് മയത്തിലാ ഞങ്ങൾ ശില്പം കുത്തിയത്. ഇവിടെ നമ്മൾ മറ്റേ ആനയൊക്കെ ചട്ടം പഠിപ്പിക്കില്ല അവസ്ഥയായിരുന്നു കേട്ടോ. എന്തായാലും വിജയികളായിട്ട് ഈ തവണയും പ്രഖ്യാപിച്ചിരിക്കുന്നു കടത്തനാടൻ. 2 മാർക്കോട് കൂടി കടത്തനാടൻ 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. സനൂജയ്ക്ക് ഒരു തമാശ പറയാനുണ്ട്. സനൂജ തമാശ പറയൂ. സനൂജ തമാശ പറഞ്ഞോ. നല്ല തമാശയാണ്, നല്ലതാ. ഈ മനസ്സിൽ നല്ല തമാശകൾ വരുന്ന ഒരാളാണ്. അത് അഖിലിനോട് പറയാറുണ്ട്, ബൈച്ചേട്ടനോടും പറയാറുണ്ട്. സോറി. അടുത്ത ഫോട്ടോ വരുന്നത് അല്ല, ഇപ്പൊ അഖിലാണ് നമ്മുടെ ഈ ചേട്ടൻ മോഡല്. ഒരു ഫോട്ടോ വരുന്നത് ഒരു പൂർണ്ണ ഗർഭിണി, ഫ്രണ്ടില് കൈയും ബാക്കില് ഇങ്ങനെയും. അപ്പൊ അധികം പണിയെടുക്കേണ്ടി വരില്ല. കോമഡി ചിരിക്കാത്ത
അല്ല ഇതുപോലെ കഴിഞ്ഞ ഷെഡ്യൂളിൽ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ ഇതുപോലെ ഹരിതയെ പിടിച്ചടിച്ച് അടുത്തിരുത്തി ഇതുപോലെ പറയുന്നതെല്ലാം പറയിപ്പിക്കായിരുന്നു. അവൾ ഈ ഷെഡ്യൂൾ വന്നിട്ടില്ല. അതുപോലെ അടുത്ത ഷെഡ്യൂൾ വരാതെങ്ങാനും ഇരുന്ന ഇവിടെ പ്രശ്നം കഴിഞ്ഞായിരുന്നേ പറയണം, വീട്ടിൽ പോകണം. ചില തമാശകൾ ചീഞ്ഞ് കഴിയുമ്പോഴുള്ള പ്രശ്നം. ഞങ്ങളുടെ ടീമില്, ഞങ്ങൾ 5 പേരുള്ള ടീമില് സിറാജ് ഖാൻ എന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. സിറാജ് ഖാൻ വന്നിട്ട് ഓടി വന്നിട്ട് ഒരു തമാശ പറയും. അപ്പൊ നമുക്കത് റിയാക്ഷൻ ചിരി കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പരത് ഉണ്ട്. അപ്പൊ ഞാൻ വലിയ കോമഡി വല്ല സാധനം പറയാം, അപ്പൊ നിങ്ങളത് ചിരിക്കുന്നില്ല. അപ്പൊ ഇയാൾ പെട്ടെന്ന് അയാളെ മാറ്റം ചേഞ്ച് ചെയ്ത് നോക്കണം. നിർമ്മല് ബാർബർ ഷാപ്പില് ടോൺ എങ്ങനെയാ, ബാർബർ ഷാപ്പിൽ ഇതിങ്ങനെ ചെയ്യുമ്പോ നിർമ്മല് ഇങ്ങനെ വന്നിട്ട് ഈ ചെയറിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് അതെങ്ങനെ ചെയ്താൽ അത് വേണ്ട മുഖം മാറും, അത് ചിലപ്പോ എടുക്കൂല, അത് വേണ്ട. ആ തൊള്ളത്തിന് തത്തുകളി. സിറാജ് കാനഡ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ചാ പോയി. നയഗ്ര കാണാൻ എല്ലാരും പോകാൻ റെഡിയായി നിൽക്കുക. അപ്പൊ ഞാനും സിറാജ് ഒരു റൂമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് എവിടെ പോന്ന്? ഞാൻ പറഞ്ഞു നയഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോന്നു. അയ്യേ ഒരു പുഴ കാണാനാണല്ലോ എന്റെ വീടിന്റെ അടുത്ത് ഇഷ്ടം പോലെ പുഴയുണ്ട്, നിങ്ങൾ വരി ഞാൻ കാണിച്ചുതരാം. അവിടെ പുഴയുണ്ട്, അത് പറയും. സത്യ പുള്ളിക്ക് അതെന്ത്, അത് വെള്ളച്ചാട്ടത്തിൽ അല്ല, പുള്ളിക്ക് അതൊരു പുഴയാണ്. ഭയങ്കര സ്നേഹമുള്ള ആളാ. നമ്മൾക്ക് വീണ് കഴിഞ്ഞപ്പോഴൊക്കെ, ഞാൻ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോഴൊക്കെ മിംസ് ഹോസ്പിറ്റലില് ഡോക്ടറോട് പറഞ്ഞ്, ഇവരൊക്കെ പ്രോഗ്രാമിന്റെ ഫണ്ടൊക്കെ കൊടുത്തിട്ട് ഡോക്ടറോട് പറഞ്ഞ്, എന്റെ ഒരു 3 ഏക്കറിന്റെ ഒരു ആധാരമുണ്ട്, അത് എടുത്തിട്ട് എന്റെ ചെക്കനെ തിരിച്ചു തരണം ഞങ്ങള് പറഞ്ഞ്. അത്രയും ഒരു ഭയങ്കര നന്മയുള്ളതാണ്. സ്റ്റേജിൽ ഞങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ഒരു ഐറ്റം വന്നിട്ട് ആ സ്ക്രീന് മാറി അടുത്ത് ഒരു ഫ്ലക്സ് വന്നു കഴിഞ്ഞാൽ കസേര മാറ്റണം. ചെറായിക്ക് നിങ്ങൾ ആ കസേര മാറ്റണം. എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ഒരു കഥയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, മാലപ്പടക്കം പൊട്ടണ പോലെ കുറെ കഥകൾ നമ്മളങ്ങോട്ട് കേട്ടു. കഥകളെല്ലാം കൊള്ളാട്ടാ, അടിപൊളി. പക്ഷേ ഉണ്ടല്ലോ, ആരൊക്കെ കഥ പറഞ്ഞാലും ശരി, ഇവിടെ ചന്തുവിന്റെ കാലിന്റെ കഥയോളം അത് കഥയല്ല, കഥാസമാഹാരം. ഓ കഥാസാഗർ. അതെ, 2 കളരി ഗുരുക്കന്മാരും അവരുടെ ടീമുകളും ചേർന്നിട്ട് കുറെ നേരമായിട്ട് ഇവിടെ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയെങ്കിലും പറ, നമ്മുടെ ഏത് ടീമാണ് ബെസ്റ്റ്? നിങ്ങൾക്ക് ഏത് ടീമാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹം? എന്താന്ന് വെച്ചാല് സംഭവം ചേകവന്മാരെ പെർഫോമൻസ് ഒക്കെ ഓക്കെ, പക്ഷെ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. അവര് കാര്യമായിട്ടൊന്നുമില്ല അല്ലെ, അവരൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അവരുടേതായിട്ട് അങ്ങനെ ഒരു പണി നമുക്ക് അവർ 2 പേരെയും ഇങ്ങോട്ട് വിളിക്കാം, എന്നിട്ടൊരു സ്പെഷ്യൽ പരിപാടി. ഇതിപ്പോ സത്യത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളുടെ എന്ത് പെർഫോമൻസ് നമ്മൾ കാണിക്കാം? നമുക്ക് ഒരു കാര്യം ചെയ്താലോ, സ്ത്രീകളുടെ ഭാഗത്ത് നുണപറച്ചിൽ വെക്കാം, അതാകുമ്പോ അവർക്ക് ശീലമാണ്. അല്ല ചേകവര, അത് പെർഫോമൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്നല്ലേ. അതിലേക്ക് ഇവര് നല്ല പെർഫോം ചെയ്യും, ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇരിക്കുന്നത്. അതല്ല, അതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് നടക്കില്ല, അത് ദിനചര്യയുടെ ഭാഗമാണ്. നമുക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടിവെട്ട് പെർഫോമൻസ്, നല്ല ഒരു ഇടിവെട്ട് കലാരൂപമുണ്ട്. തിരുവാതിര എല്ലാ സ്ഥലത്തും കാണുന്നതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ തിരുവാതിര, അംഗത്തിരുവാതിര. അംഗത്തിരുവാതിര കണ്ടിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഇടിവെട്ടാണ്. നിങ്ങൾ വരൂ, അത് അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 പേരും വാ. സാധാരണ നമ്മളൊരു തിരുവാതിരയൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു നിലവിളക്കാണ് കത്തിച്ചു വെക്കുന്നത്. അതെ, ആ നിലവിളക്കിന് ചുറ്റിലുമാണ് നമ്മുടെ പരിണയം സിനിമയിലെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നത്. ഇന്ന് കോഴിക്കോട് നിന്ന് 2 സാമൂതിരിമാർ ഇവിടെ എത്തിച്ചേർന്ന സ്ഥിതിക്ക് അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പൊ ഇവരാണ് ഇന്നത്തെ നിലവിളക്ക്. ഓ, നമ്മുടെ ഈ ഫ്ലോറിന്റെ 2 നിലവിളക്കുകൾ എന്ന് പറയുന്നത് ഇവരാണ്. അപ്പൊ ഇവരെ നടുക്ക് നിർത്തിയിട്ട് ചുറ്റാകെ ആ തിരുവാതിര അങ്ങ് അരങ്ങേറിയാലോ? അയ്യോ, നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും, കണ്ടു നിൽക്കുന്ന നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഇതിന്റെ കൂടെ ഒരാളൂടെ ഇരിക്കട്ടെ എന്ന് അവിടെ ചന്തുച്ചേക്കവർ ചോദിക്കണ്ട. വേണ്ട, ഇവര് 2 പേരും നിന്നാ മതി. ഈ നിലവിളക്കുകൾ മതി, ആ കരിവിളക്ക് വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് നടുക്കിലേക്ക് വരട്ടെ, എന്നിട്ട് നമ്മുടെ തരുണി മണികൾ മുഴുവൻ, അതായത് ഈ തമ്പുരാട്ടിമാര് മുഴുവൻ ചുറ്റും നിന്ന് അങ്ങ് നൃത്തം ചെയ്യട്ടെ. തിരുവാതിര കളി, തിരുവാതിര. ഇവരെ ഉന്മാദ ലഹരിയിൽ താറടിക്കട്ടെ, അല്ല ആറാടട്ടെ. അങ്ങനെയാണെങ്കിൽ സുന്ദരിമാർ വരട്ടെ, തിരുവാതിര തുടങ്ങട്ടെ.
നിങ്ങൾ ഇത് കാണുക കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം റോക്ക് ആൻഡ് റോളിന്റെ ഫ്ലോറിൽ മലയാളത്തിന്റെ രണ്ട് കൊമേഡിയന്മാർ പടയുടെ ഫ്രീ കിക്ക് ക്ഷമിക്കണം ഫ്രീ ബെറ്റ് മുന്നേറ്റം അടിപൊളി. നിങ്ങൾ ഇത് കാണുക. ഒരു വെട്ട്, രണ്ട് വെട്ട്, മൂന്ന് വെട്ട്, ഹരീഷ് കടാരി 7 വെട്ട്, നിർമ്മൽ പാലാഴിക്ക് 8 എണ്ണം. വെട്ട് സൂപ്പർ പറഞ്ഞിട്ടാണിത്. ഇവളുമാർക്ക് വാശി കയറി കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ്. ഞങ്ങൾക്കത് ശീലമാണ്. ജീവൻ വേണേ ഓടി രക്ഷപ്പെട്ടോ.